നമസ്കാരം, ഞാൻ ഡോക്ടർ ജാക്ലിൻ. പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ ഈ വീഡിയോയിൽ കുട്ടികൾക്ക് നമുക്ക് ഇമ്മ്യൂണിറ്റി വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് കൊടുക്കാൻ പറ്റിയ ഭക്ഷണ പദാർത്ഥങ്ങൾ ഏതൊക്കെയാണെന്ന്, മെയിനായിട്ടുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ നമുക്ക് കുട്ടികൾക്ക് വളരെ സേഫായിട്ട് കൊടുക്കാൻ പറ്റുന്നതും നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളതും നാച്ചുറൽ ആയിട്ടും ഉള്ളതും അല്ലെങ്കിൽ റോ ആയിട്ട് കൊടുക്കാൻ പറ്റുന്നതുമായ ഭക്ഷണ പദാർത്ഥങ്ങൾ ഏതൊക്കെയാണെന്ന് ഈ വീഡിയോയിൽ കാണാം. ആദ്യമേ തന്നെ കുട്ടികൾക്ക് നമുക്കറിയാം, നെയ്യ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കുട്ടികളുടെ ഇമ്മ്യൂണിറ്റി കൂടാൻ വേണ്ടിയിട്ട് 5 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് നെയ്യ് നിർബന്ധമായിട്ടും കൊടുക്കണം. 10 വയസ്സ് വരെ കൊടുത്താലും വളരെ നല്ലതാണ്. പക്ഷെ 5 വയസ്സിൽ താഴെ ബുദ്ധിവികാസത്തിന്റെ ആ ടൈമിലൊക്കെ നെയ്യ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ബുദ്ധിയും ഇമ്മ്യൂണിറ്റിയും ഒരുമിച്ച് കിട്ടുന്നതാണ്. കുട്ടികൾ മോര് കുടിക്കുന്നത് വളരെ നല്ലതാണ്. തൈര് അത്ര നല്ലതല്ല കുട്ടികൾക്ക്, എന്നാൽ പോലും മോരും തൈരിൽ നിന്ന് കടഞ്ഞെടുത്ത വെണ്ണയും കുട്ടികൾക്ക് വളരെ ഗുണപ്രദമാണ് ആ ഒരു ഇമ്മ്യൂണിറ്റി വർദ്ധിക്കാനായിട്ട്. അതുപോലെ ഏത്തപ്പഴം അല്ലെങ്കിൽ നേന്ത്രപ്പഴം കുട്ടികൾക്ക് വളരെ ബെസ്റ്റാണ്. അപ്പോൾ ഇതിൻ്റെ കോമ്പിനേഷൻസ് കുട്ടികൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ അല്ലെങ്കിൽ എപ്പോഴെങ്കിലും സ്നാക്സ് ആയിട്ടോ ഒക്കെ കൊടുക്കുന്നത് വളരെ ഗുണപ്രദമാണ്. അടുത്തത്, കുട്ടികൾക്ക് ഇമ്മ്യൂണിറ്റി വരണമെങ്കിൽ വിറ്റമിൻ സി എന്ന് പറയുന്ന ഘടകം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശരീരത്തിൽ വേണം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു റെസ്പിറേറ്ററി ഇമ്മ്യൂണിറ്റിയോ അല്ലെങ്കിൽ എപ്പോഴും പനി വരുന്നോ ജലദോഷം വരുന്നോ എല്ലാം കുറയ്ക്കാൻ വേണ്ടിയിട്ട് അത് സാധിക്കും. അത് നമുക്ക് ഏറ്റവും കൂടുതലായിട്ട് ലഭിക്കുന്ന പേരയ്ക്ക, അല്ലെ ഓറഞ്ച്, ചെറിയ ചെറിയ ബെറീസ്, ബ്ലൂബെറി, സ്ട്രോബെറി ഒക്കെ കൊടുക്കുക. അതുപോലെ ഗൂസ്ബെറി, നമുക്ക് നെല്ലിക്കയുടെ ക്യാൻഡി ഒക്കെ കിട്ടുമല്ലോ ഉണക്കിയിട്ട് ആ ഒരു മധുരത്തിലുള്ളത്. അപ്പോൾ അതൊക്കെ വളരെ അമല ക്യാൻഡിയൊക്കെ കുട്ടികൾക്ക് അവർ കഴിക്കുമെങ്കിൽ കൊടുക്കുന്നത് വളരെ ഗുണപ്രദം. അല്ലാതെ നെല്ലിക്ക ആസച്ച് ചിലപ്പോൾ കുട്ടി കഴിക്കാൻ സാധ്യതയില്ലോ. അതുകൊണ്ട് തന്നെ വിറ്റമിൻ സി, ഒമേഗ 3 ഫാറ്റി ആസിഡ്സ് കുട്ടികൾക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് ഭക്ഷണ പദാർത്ഥങ്ങളിൽ നിന്ന് കിട്ടുന്ന വളരെ കുറവാണ്. എന്നാൽ പോലും നമുക്ക് ബ്രൊക്കോളി പോലത്തെ സംഭവങ്ങളിലൊക്കെ ഉണ്ട്, മഷ്റൂംസിലൊക്കെ. പക്ഷെ ഇതൊന്നും അങ്ങനെ കുട്ടികൾ കഴിക്കാത്തത് കൊണ്ട് നമുക്ക് മീൻ എണ്ണ കുട്ടികൾക്ക് കൊടുക്കുന്നത് നല്ലതാണ്. ഒരു 4 വയസ്സ് മുതൽ ഒരു 12 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് മീൻ എണ്ണ ആ കറക്റ്റ് ഡോസിൽ കൊടുക്കുന്നത് ഗുണപ്രദമാണ്. അത് നമ്മൾ വീഡിയോ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ മത്തിയാണ് മീനുകളിൽ കുട്ടികൾക്ക് ഏറ്റവും നല്ലത്. അതായത് നെയ്യുള്ള മത്സ്യങ്ങളിൽ മത്തിയാണ് കുട്ടികൾക്ക് ഏറ്റവും ഗുണപ്രദമായിട്ടുള്ളത്. വിറ്റമിൻ എയും കുട്ടിയുടെ ഇമ്മ്യൂണിറ്റിക്ക് വളരെ ഗുണപ്രദമാണ്. നമ്മൾ ഗവൺമെൻറ് അത് സെർവ് ചെയ്യുന്നുണ്ട്, 6 മാസത്തിലൊരിക്കൽ കുട്ടികൾക്ക് കൊടുക്കുന്നുണ്ട്. എന്നാൽ പോലും സ്പിനാച്ച്, ഇലക്കറികൾ, ടൊമാറ്റോ അല്ലെങ്കിൽ ബ്രൊക്കോളി, ക്യാബേജ് ഒക്കെ കൊടുക്കുന്നത് നല്ലതാണ്. ഇത് സാലഡ്സ് ആയിട്ടോ അല്ലെങ്കിൽ കുട്ടി കഴിക്കുന്നില്ലെങ്കിൽ സൂപ്സ് ഒക്കെ ആയിട്ടോ അല്ലെങ്കിൽ നൂഡിൽസിലോ കുട്ടി കഴിക്കുന്ന എന്തെങ്കിലും സംഭവങ്ങളിലോ ഇട്ട് കൊടുക്കുന്നതും ഗുണപ്രദമാണ്. കുട്ടിക്ക് കാൽഷ്യം, സിങ്കും അയണും ഇമ്പോർട്ടൻ്റ് ആണ് ഇമ്മ്യൂണിറ്റിക്ക് വേണ്ടിയിട്ട്. അതുകൊണ്ട് തന്നെ ധാന്യങ്ങൾ മില്ലറ്റ്സ് ആണല്ലോ അതിൽ പ്രധാനം. എല്ലാ മില്ലറ്റ്സും, ചെറുധാന്യങ്ങളെല്ലാം കുട്ടികൾക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ടതാണ്. അവിടെ മുത്താറി അതിൽ ഇമ്പോർട്ടൻ്റ് ആണ്. മണിച്ചോളം അല്ലെങ്കിൽ ജോവർ എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ് കുട്ടികൾക്ക്. അതുകൊണ്ട് തന്നെ മില്ലറ്റ്സിൻ്റെ മിക്സ് ഇപ്പം വളരെ സുലഭമായിട്ട് മാർക്കറ്റിൽ ലഭിക്കും. ഇതിന് പൊടിക്കാതെ തന്നെ റോസ്റ്റ് ചെയ്തിട്ട് നമുക്ക് തന്നെ കണ്ട് പൊടിച്ചെടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള മില്ലറ്റ്സ് മിക്സ് വളരെ ഗുണപ്രദമാണ്. കുട്ടികൾക്ക് തീർച്ചയായിട്ടും കൊടുക്കണം. അതുപോലെ തന്നെ നട്ട്സ് കുട്ടികളിൽ തീർച്ചയായിട്ടും ബദാമും പിസ്തയും ഒക്കെ തന്നെ കുട്ടികൾ തീർച്ചയായിട്ടും ഉപയോഗിക്കേണ്ടതാണ് എന്നുള്ളതാണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, മുത്താറി നമുക്ക് മില്ലറ്റ്സിൽ ഇമ്പോർട്ടൻ്റ്. അതുപോലെ തന്നെ സിറിയൽസും കുട്ടികൾക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ കൊടുക്കേണ്ടതാണ് ഇമ്മ്യൂണിറ്റി വർദ്ധിക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ സ്വീറ്റ് പൊട്ടാറ്റോ, കിഴങ്ങ് വർഗ്ഗങ്ങളിൽ കുട്ടികൾക്ക് ഇമ്മ്യൂണിറ്റി വർദ്ധിക്കാൻ വളരെ നല്ലതാണ്. കിഡ്നി ബീൻസ് അധികം ആരും അങ്ങനെ പ്രതിപാദിച്ച് കണ്ടിട്ടില്ല കുട്ടികളുടെ ഓരോ ഇമ്മ്യൂണിറ്റി വർദ്ധിക്കേണ്ട വീഡിയോസിൽ. പക്ഷേ കിഡ്നി ബീൻസ് വളരെ നല്ലതാണ് കുട്ടിക്ക് കൊടുക്കേണ്ടത്. സ്വീറ്റ് പൊട്ടറ്റോയും കിഡ്നി ബീൻസും കൂടെ കൊടുത്താൽ തന്നെ വളരെ ഗുണപ്രദമാണ് കുട്ടിക്ക്. അപ്പം ഇത്രയും ഒരു മെയിൻ കാര്യങ്ങൾ തന്നെ കുട്ടിയുടെ ഡയറ്റിൽ ഉൾപ്പെടുത്തിയാൽ ഇടയ്ക്കിടയ്ക്ക് അസുഖം വരുന്നതായിട്ട് കുറയും. കുട്ടിക്ക് ആ ഒരു നല്ല ചുറുചുറുക്കും വെയിറ്റ് ഗെയിനും ഉണ്ടാകും എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ ഇമ്മ്യൂണിറ്റി വർദ്ധിക്കാൻ കുട്ടിക്ക് കൊടുക്കേണ്ട മെയിൻ ആയിട്ടുള്ള വിറ്റമിൻസ് ആൻഡ് മിനറൽസ് അടങ്ങിയിട്ടുള്ള ഭക്ഷണ പദാർത്ഥങ്ങളാണ് ഞാൻ ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഇത് ഈസിലി അവൈലബിൾ ആയിട്ടുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ കൂടിയാണ് എന്നുള്ളത് കൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമായെന്ന് കരുതുന്നു. മറ്റൊരു വീഡിയോ വീണ്ടും കാണാം. നന്ദി.